നമസ്തേ ബാബാജി. ഹിന്ദു ഐക്യം പറയുന്നവർ എത്രത്തോളം ദളിത് വിരുദ്ധരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ബാബാജിനോട് ചോദിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായ ശ്രീമതി ശശികലയോട് ഈ അടുത്തുണ്ടായ ഒരു ഇന്റർവ്യൂല് അവതാരകൻ എന്താ പറയാ, ചണ്ടാളബാബു ഒരു ഫ്രോഡാണെന്നുള്ള തരത്തിലൊരു പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. അത് ശശികല പറഞ്ഞതല്ല, അവതാരകൻ പറഞ്ഞതിൽ ശശികല ഒരിക്കലും അതിന് വിരുദ്ധമായിട്ട് അതങ്ങനെയല്ല, അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആചാര്യനാണ്, ഇന്ത്യയിൽ തന്നെ രാജ്യത്തിൽ തന്നെ ദേവസ്വം ബോർഡ് ഇന്ന വിഭാഗത്തിൽ നിന്ന് അംഗീകരിക്കപ്പെട്ട ഒരു ആചാര്യനാണെന്നുള്ളത് മറുത്ത് പറയാണ്ട് അവർ പറഞ്ഞതിൽ സമ്മതം ഊന്നിക്കൊണ്ട് മിണ്ടാണ്ട് ഇരുന്ന് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ബാബാജിനെ ഞാൻ ഇപ്പൊ കുറച്ചു മുൻപ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ബാബാജിനോട് ചോദിക്കുന്നത്. ഇവർ ഈ പറയുന്നതിൽ എന്താണ് ശരിയുള്ളത്? ബാബാജിയുടെ അഭിപ്രായം എന്താണ്? ഓക്കെ ഓക്കെ ഇതൊക്കെ എന്താ വെച്ചാല് ഇത്തരം ആളുകളുടെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ആ വീഡിയോ കണ്ടല്ലോ. അവര് ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ട് പറയാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുന്നതാണ്. ഈ ഈ വിഷയം അങ്ങനെ തള്ളിക്കളയേണ്ട തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഇവരുടെ സംസാരങ്ങളൊക്കെ. പക്ഷെ നമുക്ക് അതിന് മുന്നേ പറയാനുള്ളത്, അവര് ഈ പറയുന്ന നിങ്ങൾ ശ്രീമതി ശശികല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി, അവര് പട്ടാമ്പിയിലെ വല്ലപ്പുഴ എന്ന സ്ഥലത്ത് ഒരു സ്കൂളിലെ UP സ്കൂളിൽ ഒരു TTC കഴിഞ്ഞ് വന്നൊരു ടീച്ചറായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കാലം കുട്ടികൾക്ക് എല്ലാവർക്കും സ്വീകാര്യം നമുക്ക് അറിയില്ല, എന്നാൽ പോലും ടീച്ചറായിട്ടിരുന്ന ഒരാളാണ്. ടീച്ചറായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ച ഒരാളെ നമ്മളെല്ലാവരും നാട്ടിൽ ടീച്ചർ എന്നാണ് വിളിക്കാറ്. അപ്പോൾ അവരും തന്നെ അതിനെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടില്ല. അപ്പൊ അവര് ഈ ശ്രീമതി ശശികല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് പറയാണ്, അത് മാറ്റിയിട്ട് നിങ്ങൾ ശ്രീമതി ശശികല ടീച്ചർ എന്ന് പറയുന്നതായിരിക്കും നന്നായിരിക്കും. അതാണ് മര്യാദ എന്നാണ് നമുക്ക് ആദ്യം പറയുന്നത്. അതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. നിങ്ങൾ അതുകൊണ്ട് ശ്രീമതി ശശികല ടീച്ചർ എന്ന് ബാബാജിയുടെ ഇടയിൽ കയറാന്ന് തോന്നരുത്. അവർ ഒരിക്കലും ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആചാര്യന് ഇത്തരത്തിലുള്ള ഒരു ബഹുമാനം കൊടുക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എന്തും കൊണ്ടാണ് ആ വ്യക്തിക്ക് ഞങ്ങൾ ബഹുമാനം കൊടുക്കേണ്ടത്? അല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല. നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് അവരുടെ സംസ്കാരം അങ്ങനെയായിരിക്കാം. അത് അവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു സവർണ ചിന്താ പദ്ധതി, അവരൊക്കെ എത്ര വിശാലൈക്യം പറയുമ്പോഴും അവരുടെ സവർണ ചിന്താ പദ്ധതി എത്രയുണ്ട് എന്നുള്ള ഇപ്പോൾ മാത്രമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മലപ്പുറത്തായിരിക്കുന്ന സമയത്ത് മേലാറ്റൂര് വെച്ചിട്ട് ഒരു മലബാരത്തിന്റെ പഠന ക്ലാസ് ആദ്യമായിട്ട് ആരംഭിച്ച സമയത്ത് ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി, അന്ന് അവർ അതിന്റെ പ്രസിഡന്റാണ് ഹിന്ദു ഐക്യവേദിയുടെ. അപ്പോൾ ആശംസ അറിയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ വ്യക്തി വാട്സപ്പ് ചെയ്തത് കാട്ടാളന്മാർ മനുഷ്യരാകട്ടെ എന്നാണ്. അപ്പൊ ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ആദിവാസി ദലിത് പിന്നോക്ക വിഭാഗങ്ങൾ ഈ കാട്ടാളെന്ന കാടിനെ ആളി അല്ലെങ്കിൽ കാടിന്റെ സ്വന്തം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണരെ ഇവരത് വിളിക്കണം, അത് വിളിക്കുന്നില്ല. ഇപ്പൊ കാട്ടാളൻ എന്ന് വിശേഷിപ്പിക്കുന്ന ദലിത് ആദിവാസി വിശേഷിപ്പിക്കുന്ന ശ്രീമതി ശശികല ടീച്ചർ ഇവരൊരിക്കലും അതൊന്നും മാറ്റില്ല. പക്ഷെ മറിച്ച് നമ്മുടെ ജനത, നമ്മെ പിൻപറ്റുന്ന നമ്മുടെ ഫോളോവേഴ്സ്, നമ്മുടെ ഭക്തരും നമ്മുടെ ഡിവോട്ടീസ്, അതുപോലെ തന്നെയുള്ള നമ്മുടെ ജനത സംസ്കാര സമ്പന്നമാണ്. ഇങ്ങടെ രാമ എന്നും ചക്കി എന്നും കോര എന്നും കുഞ്ഞുമക്കളെ കൊണ്ട് വിളിപ്പിച്ച പാരമ്പര്യമാണ് ഇവരുടേത്. അന്ന് നമ്മുടെ ആളുകൾ കംപ്ലീറ്റ് പ്രായം നോക്കാതെ തന്നെ എല്ലാവരെയും ഏട്ട എന്ന് മലയാളത്തിലെ ആ സാംസ്കാരികമായ ശൈലി ഉപയോഗിച്ചുകൊണ്ട് ജ്യേഷ്ഠ ഏട്ട എന്ന് വിളിച്ച്, ചേച്ചി എന്ന് വിളിച്ചിട്ടും അമ്മേ എന്ന് വിളിച്ചിട്ടും ഒക്കെ പോയിട്ടുള്ള, അല്ലെങ്കിൽ പാപ്പ എന്നല്ലെങ്കിൽ മാമ എന്നൊക്കെ വിളിക്കുന്ന സംസ്കാരത്തെ പിൻപറ്റിയവരാണ് നമ്മൾ. അതുകൊണ്ട് അവരുടെ കാര്യം നിങ്ങൾ വിട്ടോളൂ. അവരെന്തു പറയുന്നു എന്നല്ല, നമ്മുടെ ജനതയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ ജനത, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടി തരണമെങ്കിൽ നിങ്ങൾ ഇത് മാറ്റിപ്പോണം. നിങ്ങൾ ശശികല ടീച്ചർ എന്ന് വേണം. അവരുടെ സംസ്കാരം നമ്മുടെ ജനത പിൻപറ്റരുത്. അവരൊരിക്കലും മാറാൻ പോകുന്നില്ല. അത്തരം ആളുകളും സവർണ ചിന്താപദ്ധതി, ബ്രാഹ്മണിക് ചിന്താപദ്ധതി പിൻപറ്റുന്ന ഹിന്ദു സംഘടനകളൊന്നും മാറാൻ പോകുന്നില്ല. അവരുടെ നിലപാടുകളാണത്. പക്ഷെ നമ്മളത് പിൻപറ്റരുത്. അതുകൊണ്ട് മറുപടി വേണമെങ്കിൽ നിങ്ങളെ തിരിച്ചിപ്പോണം ശശികല ടീച്ചർ എന്ന് തന്നെ പറയും. ബാബാജി പറഞ്ഞത് കൊണ്ട് മാത്രം അവരോട് നമ്മൾ ക്ഷമാപണം നടത്തും. അല്ല, നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കരുത്. നിങ്ങൾ എന്താ വെച്ചാൽ അതുകൊണ്ട് പറയാം, അവരുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളരുത്. അത് നമുക്ക് പറയാം. അവരുടെ സംസ്കാരം നമ്മൾ പിൻപറ്റരുത്. നമുക്ക് സംസ്കാരം, അവര് ഇപ്പോഴും മനസ്സിലാക്കുന്ന ജാതിവാസി ദലിത് വിഭാഗങ്ങൾക്ക് സംസ്കാരമില്ലെന്നും പൈതൃകമില്ലെന്നും ഈ ബ്രാഹ്മണിക് കൾച്ചർ മാത്രമാണ് ഈ രാജ്യത്തിന്റെ കൾച്ചർ എന്നും അത് മുഴുവൻ ഹിന്ദുക്കളും പിൻപറ്റണമെന്നാണ് ഇത്തരത്തിലുള്ള ചില സംഘപരിവാർ പോഷക സംഘടനയുടെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കാഴ്ച. വിശ്വ ഹിന്ദു പരിഷത്താവട്ടെ ബ്രാഹ്മണരാക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും ബ്രാഹ്മണരാക്കുന്നത്. ഈ പറഞ്ഞ ജാതി ബ്രാഹ്മണ്യത്തിന്റെ ആചാരങ്ങളാണ് ടോട്ടൽ ഹിന്ദുവിന്റെ ആചാരമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരമായിട്ട് എടുക്കുന്ന തരം ആളുകളെയാണ്. ഹിന്ദു ഐക്യവേദിയും തന്നെ അവരുടെ വിളക്കളിക്കലും മറ്റുള്ള ആ രീതി തന്നെ പോകുന്നേ. അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ആശയത്തിനൊപ്പം നിൽക്കണം. അതല്ലാണ്ട് ഇപ്പൊ വനവാസി കല്യാണം ഏകദേശം എനിക്ക് തോന്നുന്നു 1950കളിലാണ് വനവാസി കല്യാണം RSSന്റെ പോഷക സംഘടനയായിട്ട് ആരംഭിക്കുന്നത്. ഡോക്ടർ ഗുരുജിയുടെ സമയത്താണ് ആരംഭിക്കുന്നത്. ആ സമയത്ത് തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം വെച്ചിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഇവിടെ ബ്രാഹ്മണനാക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ആദിവാസി കൾച്ചറിലേക്ക് പൂണോൽ പൊട്ടിച്ച ഒരാളെ ഉണ്ടാക്കുന്നില്ല, ഇവരെ കൊണ്ടുവരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ രീതി നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ മറിച്ച് അവരുടെ സംസാരം നമ്മൾ പറഞ്ഞത് കൊണ്ടായിരിക്കരുത്. നമ്മുടെ ജനതയ്ക്ക് എന്താണ് സാമൂഹികമായിട്ട് അവരൊക്കെ പ്രവർത്തിച്ച് അവരുടെ രീതി എങ്ങനെ മനസ്സിലാക്കി എന്താ പറയുക, അവരർഹിക്കുന്നത് എന്തോ അത് അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്.
അത്രയും നമുക്കുള്ള. നമ്മുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലായിക്കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം അല്ലാണ്ട് നിങ്ങളെ അടുത്ത് നിങ്ങളെ ചോദ്യം പൂർണ്ണമാക്കും. എന്തായാലും ബാബാജി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, ഈ ഒരു സമുദായത്തിന്റെ ആചാര്യനായിരിക്കുന്ന ബാബാജി മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിനനുസരിച്ചല്ല, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശശികല ടീച്ചറോട് നമ്മൾ ക്ഷമാപണം നടത്തുന്നു. നിങ്ങളുടെ ചോദ്യം എന്താ വെച്ചാൽ അത് ചോദിക്കും. ഇതിൽ അവർ ബാബാജി കള്ളനാണ് എന്നാണ് അവതാരകൻ പറയുന്നത്. എന്ത് കള്ളത്തരമാണ് ബാബാജി ചെയ്തത്? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടല്ലോ. അവിടെ അവർ പോകണമെന്ന് വെച്ചാൽ ഈ വിഷുവുമായി ബന്ധപ്പെട്ട് ഈ ആലപ്പുഴ ജില്ലയിലേറ്റാണ് തോന്നുന്നു, ചേർത്തലയിൽ ഈ കുഴിമന്തി അല്ലെങ്കിൽ മാംസം ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെച്ചു എന്ന വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചണ്ടാള ബാബ, മലപ്പുറത്തുള്ള ചണ്ടാള ബാബ ആ സമയത്ത് തന്നെ കൃഷ്ണനെ മാംസം കൊണ്ട് പൂജിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് വന്നു. ഇദ്ദേഹം ആചാര്യനാണോ? ഇതൊരു ഫ്രോഡായ ചണ്ടാള ബാബ എന്നാണ് പറഞ്ഞത്. ഫ്രോഡായ ആചാര്യനാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇതിന് മറുപടി ചെയ്യേണ്ട അന്ത്യജന അഗ്രജൻ ഇല്ല, ഇവിടെ ഞങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഇവരൊക്കെ ചേർന്ന് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഫ്രോഡ് എന്ന് വിളിച്ചതിനെ ഈ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഇവരുടെ നേതാവ് അത് തള്ളിക്കളഞ്ഞില്ല, ശരിയാണ്. അപ്പൊ ഇവിടെ വിഷയം മാംസം കൃഷ്ണന്റെ മുമ്പിൽ വെച്ചതാണ്, നമ്മൾ മാംസം വെച്ച് പൂജിക്കുന്നു എന്ന് ജനങ്ങളെ അറിയിച്ചതാണ് പ്രശ്നം. അത് ആ സമയത്ത് തന്നെ അറിയിച്ചു എന്നുള്ളതാണ്. അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ശശികല ടീച്ചർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ പറയുന്നത് വിഘടനത്തിന്റെയാണെന്നാണ്. നമ്മൾ ഇവരോടൊക്കെ ഈ സമൂഹത്തോട് തന്നെ ചോദിക്കുകയാണ്, പിന്നെ എപ്പോഴാണ് വേണ്ടത്? ആ ഒരു പോസ്റ്റർ വന്നപ്പോഴല്ലേ ഈ കൃഷ്ണൻ മാംസം കഴിക്കുന്നില്ല, കൃഷ്ണന്റെ മുമ്പ് മാംസം വെച്ച് തെറ്റാണ് എന്ന രീതിയിൽ, അത് അന്യമാസം ചെയ്തു എന്ന രീതിയിൽ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചത്, ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇവർക്ക് അതിന്റെ 4 ദിവസം മുമ്പ് ചെയ്തുവിടാറുന്നില്ലേ? അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതിന്റെ പ്രതികരണമായി കൂടായിരുന്നില്ലേ? അപ്പൊ ഇവർ പ്രതികരിച്ചത് ആ വാർത്ത അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റർ വന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അതിന് കാരണം അവർ വിശ്വസിക്കുന്നത് കൃഷ്ണൻ മാംസം കഴിക്കില്ല എന്നാണ്. അപ്പോൾ മാംസം കഴിക്കില്ല എന്ന് വരുത്തുന്ന എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന എന്റെ ജനതയും അതുപോലെ തന്നെ കൗള ശാക്തേയ മലബാര പാരമ്പര്യത്തിൽ മാംസം മുഴുവൻ ദൈവങ്ങൾക്കും, ഇപ്പൊ ഈ പറഞ്ഞ കൃഷ്ണന് മാത്രമല്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും പഞ്ചമകാരാദികളാൽ പൂജ ചെയ്യണമെന്നാണ് കൗളമാർക്ക് ഉപദേശിക്കുന്നത്. ഭഗവാൻ പരമശിവൻ ഉപദേശിക്കുന്നത്. അല്ലാണ്ട് ഈ ശ്രീമതി ശശികല ടീച്ചറോ അല്ലെങ്കിൽ ആർ വി ബാബുവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും മറ്റ് RSS നേതാക്കന്മാരോ ഹിന്ദു സംഘടന നേതാക്കന്മാരോ പറയുന്നതല്ല. ഒരു കൗളനോ മലമാരിക്കോ ഒരു ശാക്തയൊന്നും അതിന്റെ പ്രമാണം അതല്ല. ഞങ്ങളുടെ പ്രമാണം, നമ്മുടെ പ്രമാണം ഭഗവാൻ പരമശിവൻ പറഞ്ഞതാണ്. ഭഗവാൻ പരമശിവൻ അപ്പുറമല്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ഗുരു അല്ലെങ്കിൽ ഭഗവാൻ നല്ലച്ഛനെ ഞങ്ങളുടെ പൂർവികരുടെ മുത്തപ്പന്മാര് പറഞ്ഞതാണ് നമുക്ക് നിയമം. അപ്പൊ ഇവരത് പറയുമ്പോൾ ആ സ്പോട്ടിൽ ഞങ്ങൾ കഴിക്കുന്നവരാണെന്ന് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ട്, എന്റെ ജനതയ്ക്കുണ്ട്. ഞങ്ങൾ കഴിക്കുന്നവരാണ്. കാരണം ഈ സംസ്ഥാനത്തില്ല എന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഗോമാംസം കഴിച്ചു എന്ന പേരിൽ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നത് പോലെ ആക്രമിക്കപ്പെടുന്ന ജനതയാണ് എന്റെ ജനത. അവർ തല്ലിക്കൊല്ലുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. സംഘപരിവാർ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, സംഘപരിവാർ മിണ്ടുന്നില്ലല്ലോ. ഇവിടെ ഇപ്പൊ ഈ പറയുന്ന ഒരു കോഴിമാംസത്തിന് പേരിൽ വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ, നിതിൻ രാജ് മരിച്ചപ്പോൾ അതിൽ ഹിന്ദുവാണ്, ഇവരാരും രംഗത്തൊന്നും നമ്മൾ കണ്ടില്ല. മധു എന്ന് പറയുന്ന വ്യക്തി ഹിന്ദു ആദിവാസി വിഭാഗത്തിൽ ഹിന്ദുവായിട്ട് ജീവിക്കുന്ന ആളാണ്. ഈ ഭരണഘടനാപരമായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഇവരുടെ ഇന്നലകളുടെ ഈ പറയുന്ന മനുസ്മൃതി പ്രമാണത്തിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ പറയുന്നത്. ഭരണഘടനാപരമായിട്ട് ഹിന്ദു എന്ന് ചേർക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടത് ഇതുപോലെ തന്നെയാണ്. ഈ സംസ്ഥാനത്താണ് ഒരു ദലിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ പണിക്ക് നിൽക്കുമ്പോൾ സ്വർണ്ണാഭരണം കാണാതെ പോയിട്ട് കള്ളി എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി ടോയ്ലറ്റിലെ വെള്ളം കുടിക്കാൻ പോലീസുകാർ പറഞ്ഞപ്പോ ഹിന്ദു ആയിരുന്നു, ആരും പ്രതികരിച്ചു കണ്ടില്ല. എന്നാൽ ഈ രാജ്യത്ത് പശുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് ആളുകളെ തല്ലിക്കൊല്ലുന്നതും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾക്ക് ഇതിന് പ്രതികരിക്കുന്നില്ല. അപ്പൊ ഈ രാജ്യത്ത് ഒരു പശുവിനോ പട്ടിക്ക കൊടുക്കുന്ന വില കൊടുക്കാത്തവരാണ് ഈ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് മാംസം കഴിക്കുന്ന ഞങ്ങൾക്ക്, മാംസം ദേവതയ്ക്ക് നിവേദിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിട്ട് അത് പറയേണ്ട സമയത്ത് വേണം. അത് ഇന്ന് പറയണോ നാളെ പറയണോ, കൃഷ്ണന് പൂജ കൊടുക്കണമെന്നൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ലേ, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ജനതയുടെ ഇഷ്ടമല്ലേ. അത് ഇന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ നിർത്തട്ടെ. ഈ പറയുന്ന ആളുകള് വിശാല ഹിന്ദു ഐക്യം പറയുമ്പോൾ അന്ത്യജൻ അഗ്രജൻ ഇല്ല ഇവിടെ. ഇത് RSSന്റെ ഗണഗീതത്തിൽ ഭാഗമായിട്ട് അവർ പാടിക്കൊണ്ടിരിക്കുന്നതാ. അന്ത്യജൻ അഗ്രജൻ ഇല്ല ഇവിടെ, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നാണ്. ഈ ഒന്നാണ് എന്ന് പറയുന്ന ശ്രീമതി ശശികല ടീച്ചർ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആലപ്പുഴയിലെ മേനോൻ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ സവർണ സമുദായത്തിൽ, മേനോനോ നായരോ പിള്ളയാണ്, ആ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അവരുടെ ഈ ഐക്യം കാണിക്കാനുള്ള നല്ല മാർക്ക് 2 ആൺകുട്ടികളാണെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ കുറവുണ്ടായിരിക്കാം. എന്താ കല്യാണം കഴിക്കുമ്പോൾ ഈ ഹിന്ദു ഐക്യവേദിയിൽ ഒരു പൊലേന്റെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടേക്കൂടെ? അപ്പൊ അത് പറ്റില്ല, അവിടെ വിശാല ഐക്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പൊള്ളയായ വിശാല ഐക്യം ഇങ്ങോട്ട് വേണ്ട.
ഇവർ ഈ പറയുന്ന വിശാല ഐക്യം പറയണമെങ്കിൽ ഇവരെന്ത് വേണം? ഈ ആചാരങ്ങൾ, ഈ ശ്രീമതി ശശികല ടീച്ചർ റിപ്പോർട്ടർ ചാനൽ ഞാനും ടീച്ചറും ഇരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്. അന്ന സമയത്ത് ഇലന്തൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഇലന്തൂർ കൊലപാതകത്തിൽ ഈ ശാക്തേയ ഈ മത്സ്യം മാംസവും മദ്യവും വെച്ച് പൂജിക്കുന്ന പൂജാവിധാനങ്ങൾ എന്തോ ക്രിമിനൽ കുറ്റമാണ് എന്ന് അവതാരകൻ നികേഷ് കുമാർ പറയുമ്പോൾ ശ്രീമതി ശശികല ടീച്ചർ പറഞ്ഞത് ഈ മത്സ്യം മാംസം വെച്ച് രഹസ്യമായിട്ടും പൂജിക്കുന്നവരുണ്ടേ, ഇവരെയൊക്കെ പിടിച്ച് അകത്തിടണമെന്നാ പറഞ്ഞത്. അന്തശക്ത ബഹിശയം വ്യക്തമാക്കത എന്ന് പറയുന്ന പ്രമാണം അറിയാത്ത ഇവരൊക്കെയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്. കാരണം എന്താ? മേനോത്തിയാണ്, പിള്ളയാണ്, നായരാണ്. അതാണ് ഹിന്ദുവിന്റെ നേതാവുള്ള യോഗ്യതയായിട്ട് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ശശികല ടീച്ചർക്ക് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ എന്തറിവുണ്ടെന്ന് ടീച്ചർ പറയട്ടെ. ടീച്ചർക്ക് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് പറയാൻ എന്തറിവുണ്ട്? ഏത് ഗുരുപരമ്പരയുടെ ഭാഗമാണ്? വഴിപോക്കർക്ക് സംസാരിക്കാനുള്ളതാണോ ഹിന്ദു ധർമ്മം? പഠിക്കണം. ടീച്ചർ പഠിപ്പിച്ചിരുന്ന സാമൂഹ്യ പാഠമായിട്ട് നമ്മൾ ടീച്ചറിന്റെ പല ഇന്റർവ്യൂ പറഞ്ഞു, സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന ആളെയാണ് ഹിന്ദു ധർമ്മം പറയുക. ഹിന്ദു ധർമ്മം പക്ഷേ കൗളാചാരം, മലബാർ ശാക്തേയ സമ്പ്രദായത്തെ കുറിച്ച് ടീച്ചർക്ക് എന്തറിയാം? അങ്ങനെ ടീച്ചർ പറയാണ് ഇത് ചെയ്യുന്നവരോട് അകത്തിറന്ന് ഇവര് ഹിന്ദു. അന്ന് നമ്മൾ അതേ ചാനലിൽ പബ്ലിക്കായിട്ട് എത്രയോ ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, വേണമെങ്കിൽ ഇനിയും ചിലപ്പോൾ യൂട്യൂബിൽ ഉണ്ടായിരിക്കാം. ഇവർ ഹിന്ദുവിന്റെ നേതാവാണ് അന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാട്ടാളന്മാർ മനുഷ്യരാകട്ടെ ആദിവാസി ദലിത് വിഭാഗങ്ങളുടെ പരമ്പരാഗത ആചാരത്തെയാണ്. കാരണം ഇവര് ടീച്ചറൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്താ? ഇവര് മേനോനും വെള്ളിയും നമ്പൂരിയും ചെയ്യുന്ന ആചാരങ്ങൾ മാത്രമാണ് ഹിന്ദു എന്ന്. ഈ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾ ആ വീഡിയോ കാണിച്ചതിന് ശേഷം ഞാൻ എടുത്തു വെച്ചതാണ്. ഈ പുസ്തകം ഇവർ എഴുതിയിരിക്കുന്ന ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി എന്നാണ്. എനിക്കറിയില്ല ജഗദ്ഗുരു എങ്ങനെയാവുക എന്നുള്ളത്. കൃഷ്ണനെ പറഞ്ഞോളൂ, രാമനെ പറഞ്ഞോളൂ, വിരോധമില്ല. മുഹമ്മദിനെയും പറഞ്ഞോളൂ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഈ പറയുന്ന സത്യാനന്ദ സരസ്വതി, പ്രത്യേകിച്ച് ചെങ്കോട്ടുകോണം സ്വാമിയാർ എന്നാണ് ഈ പറയുന്ന സത്യാനന്ദ സരസ്വതി എങ്ങനെയാണ് ജഗദ്ഗുരു ആവുന്നത്? ഇദ്ദേഹം ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ കുരുതി സമ്പ്രദായം ശരിയാണോ എന്നാണ്. ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ആദിവാസി ദലിത് പിന്നാക്ക വിഭാഗങ്ങൾ അല്ലെങ്കിൽ സാമ്പ്രദായികമായിട്ട് ശാക്ത കൗള മലബാര പാരമ്പര്യങ്ങൾ ഒക്കെ നികൃഷ്ടാചാരങ്ങളാണെന്നും പണ്ടുള്ളവർ വിഡ്ഢിത്തരം ചെയ്തു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപകൻ. ഇദ്ദേഹം ഒരുപാട് ഹിന്ദുക്കൾക്ക് കാര്യങ്ങൾ ചെയ്യണം. ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപകൻ ഇപ്പൊ ശിശുപാലൻജി, അതുപോലെ തന്നെ സത്യാനന്ദ സരസ്വതി തിരുവടികളൊക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ മറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ സംഘടന നമ്മുടെ പൂർവാചാരങ്ങളെ ആക്ഷേപിച്ചപ്പോൾ ഈ ശശികല ടീച്ചർ എവിടെയായിരുന്നു? സംഘപരിവാർ എവിടെയായിരുന്നു? വിശ്വ ഹിന്ദു പരിഷത്ത് എവിടെയായിരുന്നു? അപ്പോൾ ഇതൊന്നുകൊണ്ട് ഇദ്ദേഹം ഫ്രോഡ് ആകുന്നില്ല? അവതാരകൻ ചോദിക്കുമോ എന്തുകൊണ്ട് ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി എന്ന് ഫ്രോഡ് എന്ന് ഇദ്ദേഹം പറയോ? ഗെറ്റ് ഫ്രോഡ് എന്ന് പറയോ? പറയില്ല. കാരണം എന്താ? സത്യാനന്ദ സരസ്വതി തിരുവടി പൂർവാശ്രമത്തിൽ നായരോ പിള്ളയോ ഒക്കെ ആയിരിക്കും. എന്തായാലും പുലയനും പറയനും ഈ പറഞ്ഞ വെട്ടുവനും വള്ളുവനും ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ആദിവാസി ആയിരിക്കില്ല. കൃത്യമായിട്ട് മറ്റെന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് വിളിക്കണ്ടേ? നമ്മൾ എവിടെയാണ് ഫ്രോഡ് ഉത്തരം കാണിച്ചത്? ഞാൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രത്തിൽ കേട്ട് കട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിൽ പോയി കട്ടിട്ടുണ്ടോ? ഈ ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ ഏതെങ്കിലും ഫണ്ട് കണ്ടിട്ടുണ്ടോ? ഇവർ തന്നെ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ശതം സമർപ്പയാമിയാണ്ട് പിരിവ് നടത്തി. ശശികല ടീച്ചറൊക്കെ ആണല്ലോ അത് ശതം സമർപ്പയാമിയാണ്ട് കൈ നീട്ടിയിരുന്നത്. എന്റെ ശിക്ഷയിൽപ്പെട്ട എത്രയോ പേര് RSSൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിലൊക്കെ അപ്പൊ RSSൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അവർക്ക് കേസിന്റെ ആവശ്യത്തിന് വേണ്ടി 1 രൂപ പോലും ശതം സമർപ്പയായി കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞേ. അപ്പൊ ഈ ശതം സമർപ്പയാമിയുടെ പൈസ ആരാമുക്കി? ടീച്ചറൊക്കെ മറുപടി പറയണം. എത്ര ആളുകൾ ഇന്നും ആ കേസിന്റെ പുറകെ പോവാണ്. സർക്കാർ വിട്ടവിട്ടില്ല എന്നല്ല, ഇവരതിന് വേണ്ടി പിരിവെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ആളുകൾക്ക് പോക്കറ്റിൽ എടുക്കാൻ വേണ്ടി വരുന്നു? ചണ്ടാള ബാബ അത് ചെയ്തിട്ടുണ്ടോ? ചണ്ടാള ബാബ ഹിന്ദുക്കളുടെ ഏതെങ്കിലും പിരിവ് നടത്തിയിട്ടുണ്ടോ? പിന്നെ ഇവർ ഹിന്ദു ഐക്യവേദി ഇവര് മാത്രമാണ് ഹിന്ദു ഐക്യവേദി. മാതൃകുല ധർമ്മരക്ഷാ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളാണ് സ്ഥാപിച്ചത്, നമ്മളാണ് അതിന്റെ ചെയർമാൻ. നമ്മുടെ മാതൃകുല ധർമ്മരക്ഷാ ആശ്രമത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആ സംഘടനയിൽ ആദിവാസിയാണ് അതിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്, പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്പൂതിരിയാണ്. അതുകൊണ്ട് വിവിധ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും പ്രവർത്തകരുണ്ട്. ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള വിവിധങ്ങളായിരിക്കുന്ന സാമുദായിക പ്രാതിനിധ്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. ഇവരെ പോലെ വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ സമരം നടത്താൻ പോകുന്നില്ല. കൃത്യമായി ശാക്തേയ മലബാര കൗള സമ്പ്രദായത്തെ ഊന്നിക്കൊണ്ട് എല്ലാ കുലാചാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട പ്രവർത്തിക്കുന്നത്. ഇവര് മാത്രമാണ് ഹിന്ദു സംഘടന എന്നും ഇവരാണ് ഹിന്ദുക്കൾ ആരാണെന്ന് നിശ്ചയിക്കേണ്ടത് എന്ന നിലപാടുകളാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ഇവര് പറഞ്ഞ് ഹിന്ദു ഐക്യം എന്നാണ്. നമ്മൾ പറഞ്ഞ് ഇന്ത്യൻ ഐക്യം എന്നാണ്. ഹിന്ദു ഐക്യത്തിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യൻ ഐക്യമാണ്. ഇന്ത്യൻ ഐക്യം ഉണ്ടാകണമെങ്കിൽ സാമുദായികമായിട്ടും ജാതീയപരമായിട്ട് ഐക്യത്തിനപ്പുറം എല്ലാ ആശയപരമായിട്ടും എല്ലാ ദർശനപരമായിട്ടും ഐക്യം ഉണ്ടാകണം. മതസ്പർദ്ധ നിരന്തരം പറയുന്ന ശശികല ടീച്ചറെ പോലുള്ള ആളുകൾ നമ്മൾ വേണം എന്തിനാ മതസ്പർദ്ധ? മതം നമുക്ക് പറയണം, മതം മറ്റൊരു നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട. ഇതുപോലെ സമുദായ വിഷയം. ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഡിനോമിനേറ്റ്സുകളാണ്. ദലിത് ആദിവാസികൾ ഡിനോമിനേറ്റുകളാണ്. ഞങ്ങളെ കൊണ്ടുപോയിട്ട് മതം മാറ്റുന്ന ക്രൈസ്തവരെ പോലെയാണ് ഇവർ പൂണൂലിട്ട് നമ്പൂരിയാക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ആക്കുന്നുണ്ടോ? ഇല്ല. ആക്കുന്നുണ്ട്. കാണിക്കണം. നമ്മൾ 2013 നമുക്ക് പെരിന്തൽമണ്ണയിലെ തളിക്ഷേത്രത്തിൽ RSSകാരുടെ അധീനയിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രമാണ്. അവിടെ ആദ്യം വിളക്ക് വെച്ച് ചെറുമിയാണ്. ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് 2013 കേരളത്തിലെ ആദ്യത്തെ ദലിത് യുവക്കുള്ള തന്ത്രി എന്ന സ്വീകരണം ഉണ്ടായപ്പോൾ അവിടെ വരാമെന്നുകൊണ്ട് വരാതിരുന്ന് പൊങ്ങിക്കളഞ്ഞ ആളാണ് ശശികല ടീച്ചർ. എന്താണ് പിന്നെയും ടീച്ചർ അറിഞ്ഞിട്ടുണ്ടാവുക കൊടുക്കുന്നത് ചെറുമനാണ് പുരസ്കാരം എന്നുള്ളത്. ടീച്ചർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അടുത്തത് കദംബൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം അവിടുത്തെ RSSന്റെ പ്രധാന പ്രവർത്തനം അല്ലെങ്കിൽ നേതാവായിരുന്നു. അദ്ദേഹം പങ്കെടുത്തിട്ടില്ല.
ആകെ രണ്ടാൾ കൂടി ഒരു പൊന്നാടയിടുക ചെയ്ത് പൊന്നാടയിട്ട് അന്ന് നമ്മൾ വേണ്ടേ ഈ പൊന്നാടയല്ല നമ്മുടെ ശിഷ്യർക്കോ നമുക്കോ തന്ത്രം ചെയ്യാനുള്ള ക്ഷേത്രം വേണം. എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? എന്നിട്ട് അന്ത്യജനാഗ്രഹം ഇല്ല എന്ന് പറയുകയോ എന്നിട്ട് അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയാന്ന്. അതാണ് ഈ അർഹിക്കുന്ന അവജ്ഞയോട് കൂടി കേരളം തള്ളിക്കളയുന്ന ആരെയും നോക്കാം. ഈ രാജ്യം മുഴുവൻ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എത്രത്തോളം ശതമാനം വോട്ടിലാണ് ഹിന്ദുത്വ ശക്തികൾ ഭരിക്കുന്നത് അവരെ ചിന്തിക്കണം. ഈ കേരളത്തിൽ തന്നെ എത്രത്തോളം, ഇന്ത്യയിൽ തന്നെ എത്രത്തോളം ദലിത് ആദിവാസികൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർക്കോട് വിജയിക്കാൻ പറ്റുന്നില്ല? നമ്മൾ സംഘടനയെ അടച്ചാക്ഷേപിക്കാൻ തയ്യാറാകാത്തതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ സംഘടനയിലുള്ള കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ സംഘടനകളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും, എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകൾ നമ്മുടെ കൂടെ, എല്ലാ സമുദായത്തിലുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. പിന്നെ അതുപോലെ നേതാക്കന്മാരായാലും ഈ പറയുന്ന ശശികല ടീച്ചറൊന്നുമല്ല ഹിന്ദു ഐക്യവേദിയുടെ കുത്തക മുതലാളിമാര്. ശശികല ടീച്ചറായാലും RV ബാബു ആയാലും പിന്നെ അതുപോലെ ഭാർഗവരാമായാലും ഇവരൊക്കെ ശാക്തേയ ആചാരത്തെ ശക്തമായി ആക്ഷേപിച്ച ആളുകളാണ്. ഒരാളും ചോദിക്കാൻ വന്നില്ലല്ലോ. അന്ന് ഫ്രോഡ് തരം പറയുന്നില്ലല്ലോ. പറയില്ല. കാരണം എന്താണ്? ഇതൊക്കെ പറയുന്ന ആളുകളുടെ പൂർവാശ്രമത്തിൽ ഇവരൊക്കെ, ശശികല ടീച്ചർക്ക് പൂർവാശ്രമമില്ല, ഒരേ ആശ്രമം RV ബാബുവിനും. പക്ഷെ എന്താണ്, ഭാർഗവരാമൻ ആദ്യം ബ്രഹ്മചാരി. ഇവർക്കൊക്കെ തലക്കിലൊരു വാലുണ്ടായിരുന്നു ഇവർക്കൊക്കെ ഇന്നലെയൊക്കെ. പിന്നെ അല്ലെങ്കിൽ ഇവിടെ സാമൂഹ്യ നിരീക്ഷകന്മാരായിരിക്കണം, സമുദായ പേര് പട്ടമായി സ്വീകരിക്കുന്ന ആളുകൾ. അത്തരം ആളുകളും ഇപ്പൊ നടന്ന സമരത്തിൽ പോലും ഇവരൊക്കെ തന്നെയല്ലേ ആശങ്കപ്പെടുന്നേ. അതുപോലെ തന്നെ സംവരണം, പട്ടികജാതിക്കാരുടെ സംവരണത്തിലെ ആർക്കാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കുഴപ്പമുള്ളത്? ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ക്രൈസ്തവ സംഘടനകളോ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം കൊടുക്കണ്ടെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലേ? എന്നാലോ ഹിന്ദു പക്ഷത്തിന്റെ ഹിന്ദു വിശ്വാസം എന്ന് പറഞ്ഞ ചാനൽ ഈ എറണാകുളം നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ എന്താ പറയുക, എറണാകുളത്തെ പാവക്കുളത്തപ്പന്റെ ആ തിരുവടയുന്ന ഇത് ചെയ്തു പോകുന്നത്. അവിടെ ആ ചാനലിൽ നിന്ന് ഒരു പെൺകുട്ടി, എന്തായാലും പൊലയൊന്നുമല്ല, ഒരു സവർണ വിഭാഗത്തിലെ ഒരു പെൺകുട്ടി ഈ പറഞ്ഞ സംവരണം പറ്റികൾ എന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ആക്ഷേപിച്ചപ്പോ എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല? ചാനലിൽ കിടക്കുന്നുണ്ടാവുമല്ലോ, അത് വേടനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലാണ് ആ കുട്ടി അത് പറയുന്നത്. വേടനെ പറയണമെങ്കിൽ വേടനെ പറയണം, ചണ്ടള പറയണം. നമ്മുടെ ജനത അവകാശം പറ്റികൾ എന്ന് പറഞ്ഞത് മറ്റു മതസ്ഥരല്ല. ഞങ്ങൾ നായാടി നടക്കണമെന്ന് ശങ്കരാചാര്യ, ഇവരൊന്ന് അതിനെതിരെ പ്രതിഷേധിക്കട്ടെ. ഞങ്ങൾ നായാടി നടക്കണം എന്ന് പറഞ്ഞത്, ഞങ്ങൾ വഴി നടക്കാൻ പാടില്ല എന്ന ഗ്രന്ഥം കൊണ്ടത് കത്തിച്ച് കാണിക്കട്ടെ, ഒന്ന് മാറ്റി നിർത്തി കാണിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ വിഷയം നമ്മളെ ഫ്രോഡ് എന്ന് പറഞ്ഞത് ഇവർ അതുപോലെ തന്നെ എന്താണ്, ഇവരെയൊക്കെയാണ് വേദിയിലേക്ക് വിളിക്കുന്നത്. ഇവരെയൊക്കെ ആചാര്യന്മാർക്കെതിരെ ഇരുത്താൻ പറ്റൂ? അതല്ലെങ്കിലും അങ്ങനെയാണ്. നിങ്ങളുടെ വേദിയിലൊന്നും നമ്മളെ ഇരുത്താൻ പറ്റില്ല. അവിടെയൊക്കെ മേനോനും പിള്ളയൊക്കെ ആയിട്ടുള്ള നമ്പൂതിരിയും ഒക്കെ തന്നെയാണ് നിങ്ങളുടെ മാനദണ്ഡം. നിങ്ങളുടെ വിഷയം പക്ഷത്തെ നേതൃത്വം കൊടുക്കുന്ന മാർഗദർശക മണ്ഡലിൽ ഒരു ആദിവാസി ദലിത് വിഭാഗത്തിന്റെ സാമ്പ്രദായികമായി ആത്മീയത പിൻപറ്റുന്ന ഏതെങ്കിലും സന്യാസി വര്യന്മാരുണ്ടോ? ഉണ്ടാകില്ല. എന്താണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾ ഞങ്ങളോട് എന്നും കാണിക്കുന്ന അൺടച്ചബിലിറ്റിയാണ്. അതാണ് ശശികല ടീച്ചർക്ക് ഇതൊരു കുഴപ്പം തോന്നിയില്ല. ശ്രീമതി ശശികല ടീച്ചർക്ക് ഒരു വിരോധം ഫ്രോഡ് എന്ന് വിളിക്കുമ്പോൾ തോന്നിയില്ല. നമ്മൾ എവിടെയാണ് കട്ടെ? നമ്മൾ ആകെ ഒരു ജയിൽവാസം അനുഭവിച്ചത് കൊടുങ്ങല്ലൂരിലെ പൂർവാശ്രമം സംരക്ഷിക്കുന്ന വേണ്ട. ഇതിന് പോകുന്നതിന് മുമ്പ് നമ്മൾ വിളിച്ച ഒരു നേതാവ് ശ്രീമതി ശശികല ടീച്ചറാ. ശ്രീമതി ശശികല ടീച്ചർ നമ്മൾ പോയിട്ട് നിങ്ങൾ അന്നത്തെ കാലത്ത് 2021 മാർച്ച് 17 ശേഷമുള്ള ശശികല ടീച്ചറെ ഫേസ്ബുക്ക് പോസ്റ്റ് പോയിക്കൊള്ളൂ. ശശികല ടീച്ചർ ആ സംഭവം നടന്നതേ അറിഞ്ഞിട്ടില്ല. എവിടെയായിരുന്നു? അത് ഹിന്ദുക്കളുടെ ആചാരമല്ലേ? എന്തുകൊണ്ട് വായിൽ നാവുണ്ടായില്ല? ഫ്രോഡായിട്ടല്ല പോയത്, കട്ടിട്ടല്ല പോയത്, ഏതെങ്കിലും ദലിതനെയോ ആദിവാസിയോ തല്ലിക്കൊന്നിട്ടല്ല പോയത്, ഗോമാംസത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല പോയത്. സ്വന്തം ആചാരം എവിടെയായിരുന്നു ഹിന്ദു സംഘടനകൾ? ഹിന്ദു ഐക്യം പറയുന്നവർ എവിടെയായിരുന്നു? കൃഷ്ണന്റെ മുമ്പിൽ കോടിയിറച്ചി കണ്ട് ഹാലിളകിയ ഹിന്ദു ഐക്യക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. 7ാമത്തെ നമ്മൾ ജയിലിൽ കിടക്കുന്ന നമ്മൾ അമ്മ മരിച്ചിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? നമ്മളൊരു ആചാര്യനല്ലേ? നിങ്ങൾ അംഗീകരിച്ചാലും നമ്മൾ ആചാര്യനാണ്. കാരണം നിങ്ങൾ അംഗീകരിക്കില്ല. നമ്മൾ ദേവസ്വം ബോർഡിൽ അംഗീകരിക്കപ്പെടുന്ന ആചാര്യനാണ്. നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. നിങ്ങളുടെ ഏത് ക്ഷേത്രം മഹാക്ഷേത്രത്തിലുണ്ട് പട്ടികജാതിക്കാരനും അതുപോലെ ആദിവാസിയും ഒക്കെ ഒരു തന്ത്രിയായിട്ടോ ആചാര്യനായിട്ട് ഇരിക്കുന്നത്? നിങ്ങളിങ്ങനെ കൊട്ടിഘോഷിക്കുകയല്ലേ? നിങ്ങൾ പറയും ആലുവ തന്ത്ര വിദ്യാപീഠത്തിൽ പഠിച്ചു എന്ന്. ആ രേഖകൾ പുറത്തേക്ക് കാണിക്കൂ. ആലുവ തന്ത്ര വിദ്യാപീഠത്തിൽ ഒരു 10 വർഷം മുമ്പ് പഠിച്ചു വന്ന ഒരു പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനായിട്ടുള്ള തന്ത്രരത്നം കോഴ്സ് കഴിഞ്ഞ ആളെ കാണിക്കൂ. ഉണ്ടാവില്ല. ഒരു ദിവസം ശിബിരം പഠിപ്പിച്ചതല്ല. എന്നിട്ട് അത് ഞങ്ങൾ പുറത്തു പറയില്ല, പഠിപ്പിച്ചില്ല. കാരണം അവിടെ അപേക്ഷ കൊടുത്തിട്ട് ജാതിയുടെ പേര് റിജക്ട് ചെയ്യപ്പെട്ട ആളാണെന്നാണ്. പട്ടികജാതിക്കാർ പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് അത് സെക്രട്ടറി പറഞ്ഞത്. ബാലമുരളി നമ്പൂതിരി അവിടുത്തെ സെക്രട്ടറി ആയിരുന്നല്ലോ. പട്ടികജാതിക്കാർ അമ്പലത്തിൽ കയറിയാൽ അശുദ്ധമാകില്ലേ എന്നും ദേവസ്വം ബോർഡിൽ ഓഫീസിൽ ചോദിച്ച ഒരു വ്യക്തി അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ നിലപാട് ഇതാണ്. ഈ നിലപാടുകൾക്കൊന്നും ഇവർ മാറ്റം വരുത്തില്ല. അപ്പൊ അറിയിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയേണ്ട വിഷയമാണെന്നുകൊണ്ടും നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിയും തെറ്റിവർക്ക് മനസ്സിലാവില്ല. കാരണം ആ സംഘടനയെ ആത്യന്തികമായി നയിക്കുന്ന ബ്രാഹ്മണിസ്റ്റ് കാഴ്ചപ്പാടാണ്. അതെന്താ വെച്ചാൽ പ്രത്യേകിച്ച് അതിന്റെ സംഘടനകളുടെ ഒരു സ്ട്രക്ചർ അവർ ആത്യന്തികമാണ് ജാതിയും വർഗവും വർണ്ണമൊന്നും ഇല്ല എന്നാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിലൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇവരതില്ല എന്ന് പറയുമ്പോൾ, അനുഭവമില്ല എന്ന് പറയുമ്പോഴും ഇത് പുറത്തുനിന്ന് കണ്ടെന്ന ആളൊന്നല്ല. നമ്മൾ ഇതിലേക്ക് സംഘസ്ഥാനിലൊക്കെ പോയിട്ടും ശിക്ഷകായിട്ടും ഒക്കെ ഭൗതികമായിട്ടും ഒക്കെ പോയിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷെ മറിച്ച് ആ സംഘടനയെ ഒന്നിച്ച് പറയാൻ നമ്മളല്ല, ഒരു സംഘടന പറയാൻ അല്ല. പക്ഷെ മറിച്ച് ഇതിന് മൗനം ഭജിച്ചത് ശരിയാണോ, ഈ പറയുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ ആ ഒരു വിഷയത്തിൽ കൃഷ്ണന് മാംസം വെച്ച് പോസ്റ്റ് ഇട്ടത് മാത്രമൊന്നുമല്ല. 4-5 വർഷങ്ങൾക്ക് മുമ്പ് വിഷുവിനെ എന്നും കണിയുടെ ഒരു ദ്രവ്യം നമുക്ക് മാംസം തന്നെയാണ്.
അപ്പൊ അങ്ങനെ വരുന്ന സമയത്തെ പച്ച മാംസം നിവേദിച്ച് കണി കണ്ട് അത് മുഴുവൻ ഒരു കോഴിയെ കണി കണ്ടത് ഈ പറയുന്ന സാമൂഹ്യ മതത്തിൽ വലിയ പ്രചാരം നേടിയ കാര്യമാണ്. അപ്പൊ ഇന്ന് തുടങ്ങിയെന്നല്ല, അവതാരകനും ശ്രീമതി ശശി കെട്ടി അറിയാൻ വേണ്ടി ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. ഞങ്ങളുടെ ആചാരങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാതെ, ഒരു സമരം നടത്താൻ തയ്യാറാവാതെ, ഞങ്ങളുടെ ആളുകൾ വഴിയിൽ തല്ലിക്കൊല്ലപ്പെടുമ്പോൾ, ഞങ്ങളുടെ ആളുകൾക്ക് നേരെ ജാതീയമായിട്ടുള്ള അവഗണനകൾ ഉണ്ടാകുമ്പോൾ, അവഹേളനം ഉണ്ടാകുമ്പോൾ മിണ്ടാതെ നിങ്ങളുടേതായ സവർണിസത്തിന് നേരെ കൈയേറുമ്പോൾ, നിങ്ങൾ പറയുന്ന തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഹിന്ദു ഐക്യം തകർക്കുന്നു, അത് മറ്റാളുടെ കയ്യിലെ കളിപ്പാവകളാണെന്ന് പറഞ്ഞാൽ ശ്രീമതി ശശികല ടീച്ചർ പോലുള്ളവർ ഈ രാജ്യത്തിന്റെ അഖണ്ഡത, ഐക്യം തകർക്കുന്ന രീതിയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് ഏത് രാജ്യത്ത് നിന്ന് എന്ത് കള്ളപ്പണം വാങ്ങിയിട്ടാണെന്ന് ശശികല ടീച്ചർ പറയണം. ഈ രാജ്യം എന്ന് പറയുന്നത് ഒരാളുടെയും സ്വന്തമല്ല, ഒരാളുടെയും മാതാപിതാക്കളുടെ സ്വന്തമല്ല. അത് ഈ രാജ്യത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ച ഈ രാജ്യത്ത് കലാകാലം എന്ന എല്ലാവരുടെയുമാണ്, എല്ലാ മതസ്ഥരുടെയുമാണ്. അങ്ങനെയുള്ളവരുടെ മതം പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേരിൽ മാത്രം സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയിൽ വിഘടനവാദം ഉണ്ടാക്കുന്ന ശശികല ടീച്ചറൊക്കെ ആരുടെ കയ്യിലെ കളിപ്പാവയാണെന്നും നിങ്ങൾക്ക് ആത്യന്തികമായി ആരുടെ ഇത് പറ്റിയിട്ട് നിങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചണ്ടാളോടെ കള്ളത്തിൽ അന്വേഷിക്കാൻ ഇടി നിങ്ങളുടെ പോക്കറ്റിലല്ലേ. പക്ഷെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത്? ഹിന്ദു എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഭൂരിപക്ഷമാണെങ്കിൽ തന്നെ ഞങ്ങളെയൊന്നും ചേർത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭൂരിപക്ഷം എന്താ നിങ്ങൾ പറയും? ബാബാജിയുടെ ഇടയ്ക്ക് കയറാൻ തോന്നരുത്. ഇപ്പൊ ഹിന്ദു ഹിന്ദു എന്ന് ബാബാജി ഒരുപാട് തവണ പറഞ്ഞു. ഇന്നലെ അവിടെ ആശ്രമത്തിലേക്ക് വന്ന ഒരു മെസ്സേജും കോളുമായി ബന്ധപ്പെട്ടാണ്. അത് ചോദിക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ ബാബാജി പറയുമ്പോൾ അതിനും കൂടിയുള്ള മറുപടി അവർക്ക് കൊടുക്കണം എന്നുള്ളത് തോന്നിയിട്ടാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു വ്യക്തി ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ കോള് മാത്രമല്ല, ഇതിനു മുമ്പും ബാബാജി ഈ ഒരു SC/ST വിഭാഗത്തിന് വേണ്ടി അവരുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അപ്പ വന്ന് തന്നെ ഇങ്ങോട്ട് കോള് വരും. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ മാത്രം ഇയാൾ ആരാണ്, ചണ്ടാള ബാബ ആരാണ്, പിന്നെ ചണ്ടാള ബാബനെ വിളിച്ച് അപ്പൊ തന്നെ കിട്ടണം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആശ്രമത്തിന്റെ നിയമമാണ് ബാബാജിനെ ഡയറക്റ്റ് അത് നമ്മൾ പറയുന്ന സമയത്ത് ഇയാള് വലിയ ആളാണോ, ഇയാൾക്ക് എന്താ വിവരം, വിദ്യാഭ്യാസം എന്നൊക്കെ. ഇന്നലെ അടക്കം ഒരു ഭീഷണി ഉണ്ടായിരുന്നു ബാബാജിനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബാബാജിനെ എന്തോ ആക്കും, അത് എന്തൊക്കെയാ സംഘടനയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ്. അപ്പൊ അതിനും കൂടി ബാബാജിയുടെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അപ്പൊ മറ്റുള്ളവർ വേറെയായി പോകണം, അല്ലെങ്കിൽ അവരെ വേറെയാക്കി വിട്ടുതരണം, ഞങ്ങളെ പോലെ വിട്ടുതരണം. അതെ, ഈ സംഘപരിവാറിന്റെ ആളുകളുടെ ഒരു പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാൽ ഈ ഓൺലൈൻ സംഘികൾ കൂടുതലാണ്. ഇവരെ സംബന്ധിച്ചിട്ട് ഇവര് ഹിന്ദു എന്ന് പറയുമ്പോൾ അതിൽ ഇടപെടേണ്ട നമ്മളിപ്പോഴും വേണോ, നിങ്ങൾ ഈ തരത്തിൽ ഇടപെടണ്ട എന്ന് പറയുന്ന ആ സവർണ ബ്രാഹ്മണി കാഴ്ചപ്പാടുള്ള ഹിന്ദുക്കളുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. ഭരണഘടനാപരമായിട്ട് ഞങ്ങൾ ഹിന്ദുവാണ്. നിങ്ങൾ പറയുന്ന നിങ്ങൾ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടുകൊണ്ടുള്ള ഈ BJP പോലുള്ള പ്രസ്ഥാനങ്ങളല്ലേ രാജ്യം ഭരിക്കുന്നത്? നിങ്ങളുടേതായിരിക്കുന്ന ഈ പറയുന്ന മുർമു ST ആണെങ്കിലും നിങ്ങളുടെ ആളാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ST പറയുന്ന പോലെ പ്രസിഡന്റ് വിചാരിച്ചാൽ ആരെയും വെള്ളം പുറത്താക്കാം. നിങ്ങൾ നമ്മളെ പട്ടികജാതി പുറത്തായിക്കോളൂ, ഒരു വിരോധവും ഇല്ല. അപ്പൊ നിങ്ങൾ പറയുന്ന ഹിന്ദുക്കളുടെ കാര്യം പറയാൻ നമ്മൾ ആളല്ല, അത് നിങ്ങൾ പറഞ്ഞോളൂ. നമ്മൾ വേണം നമ്മളെ പിൻപറ്റുന്നതിൽ നായരുണ്ട്, നമ്പരുണ്ട്, ഈഴവനുണ്ട്, വാപ്പലുണ്ട്, ക്രിസ്ത്യാനുണ്ട്, പോലെയുണ്ട്, പറയേണ്ട ആദിവാസി ഒക്കെ ഉണ്ട്. ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ഇന്ത്യനായ ഹിന്ദുക്കളാണ്, അല്ലാണ്ട് നിങ്ങളുടെ ഈ ബ്രാഹ്മണി സംഘി ഹിന്ദുത്വമല്ല ഞങ്ങളുടെ ഹിന്ദുത്വം, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുത്വം. നാം അതിന്റെ ആചാരം, നാം ദേവസ്വം ബോർഡ് വഖഫ് ബോർഡിന്റെ കീഴിലല്ല വരുന്നത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ വഖഫ് ബോർഡല്ല, അല്ലെങ്കിൽ അവിടെ കാനോൻ നിയമത്തിന്റെ ഭാഗമായിട്ടല്ല. ഹിന്ദുവില്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഹിന്ദു എന്നാണ്. അത് ഈ രാഷ്ട്രം നമുക്ക് നൽകുന്നതാണ്. അപ്പൊ പിന്നെ ഹിന്ദുവിന്റെ കാര്യം പറയും, പിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞത് അത് ഇത്തരം സംഘപരിവാർ ആളുകളുടെ ആശയം അത് തന്നെയാണ്. ദലിത് ആദിവാസി വിഭാഗത്തിനും പിന്നാക്ക വിഭാഗത്തിനും ആരെങ്കിലും ഇവരുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചാൽ സ്വന്തം സ്വത്വത്തിന് വേണ്ടി മുന്നോട്ട് വന്നാൽ കൊല്ലും, ജയിലിലടയ്ക്കും. ഇതിന് നമ്മൾ കണ്ടിട്ടില്ലേ ഉത്തരേന്ത്യയിൽ അവിടെ ആസാദിനെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത് കണ്ടില്ലേ? ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാ. ഈ രാജ്യത്തിന്റെ പ്രത്യേകത, ഇവര് കൊണ്ടുപോകുന്ന പ്രത്യേകത ഒരു മുസ്ലിം എന്താ വെച്ചാൽ തീവ്രവാദിയാണെന്നും ദലിത് ആദിവാസിത്വം മാവോയിസ്റ്റുമാണെന്നും ഇവരുടെ കാഴ്ചപ്പാടാണ്. ഇവരുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ചിന്ത അങ്ങനെയാണ്. നമ്മളെങ്ങനെ കാണൂ, വേടൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ കുറവാണ്, പ്രശ്നമാണ്, ഇവർക്ക് എന്തുമാകാം, അതിന് കുഴപ്പമില്ല. അത് ഇവരുടെ നിലപാടുകൾ അങ്ങനെയാണ്. ഇവർക്ക് ബ്രാഹ്മണവാദത്തിലേക്ക് മാറ്റാം, മറ്റൊന്നിലേക്ക് മാറ്റിയ പ്രശ്നമാണ്. ഞാൻ എല്ലാ കൺവെർഷനും ഞാൻ എതിരാ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഭീഷണി, ഇവർ കൊല്ലില്ല, അവർ പീഡിപ്പിക്കലൊക്കെ ഇവർ സ്ഥിരം പരിപാടിയാണ്. അതൊക്കെ ഇവര് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എന്താ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ, കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥ, ഇവരുടെ ഈ പറയുന്ന ഇവർക്ക് അധികാരമില്ലാണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് ഇവിടെ അധികാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തെ ദലിതുകളും ആദിവാസികളും എത്രത്തോളം പീഡിപ്പിക്കപ്പെടും എന്നുള്ള തെളിവാണ് നിങ്ങൾ ഈ പറഞ്ഞ കോളൊക്കെ. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു, അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുക. പിന്നെ അവരൊക്കെ വിളിക്കുമ്പോൾ നമ്മളെ കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾ വേണമെങ്കിൽ നമ്മളെ കാണിക്കാതിരിക്കുക ചെയ്യുക. നമുക്കങ്ങനെ നമ്മൾ എത്രത്തോളം ജനങ്ങളോട് ഇടപഴകുന്ന അവർക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ള സന്യാസിമാരെ പോലെ ആചാര്യന്മാരെ പോലെ ഉള്ളിലിരിക്കുന്ന ആളൊന്നുമല്ല. ജനങ്ങളുമായിട്ട് അത്ര കണ്ട് ഇടപഴകിയിട്ട് പാട്ടുപാടി കളിച്ച് അങ്ങനെ ചിരിച്ചൊക്കെ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കള്ളനാണ് എന്ന് പറഞ്ഞ് അതിന് തലമൂളിയ ശശികല ടീച്ചറെ പോലുള്ള ആളുകളൊക്കെ ED ഒക്കെ അവരുടെ കയ്യിലല്ലേ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. അങ്ങനെ ആവശ്യമില്ലായിരുന്നെങ്കിൽ അത് പറയണമായിരുന്നു.
അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വിഘടനം ഉണ്ടാക്കുന്നു. നമ്മൾ വിഘടിപ്പിച്ചിട്ട് ഹിന്ദുക്കൾ വിഘടിക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ അതൊക്കെ വലിയ സംഭവമാണ്. അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ എന്തായാലും ശരി, ഒരു ഇന്റർകാസ്റ്റ് ഫാമിലിയിൽ പറഞ്ഞ ചണ്ടാള ബാബയ്ക്ക് ഹിന്ദു ഐക്യം പഠിപ്പിക്കേണ്ട ആരും, എനിക്കതാ പറയാനുള്ളത്. ചെറുമനം നായർക്കും പിറന്ന ചണ്ടാള ബാബയ്ക്ക് ഇവിടുത്തെ സാമൂഹിക പൊളിറ്റിക്കൽ വ്യവസ്ഥയാണ്, ഇവിടുത്തെ ഈ നീതി വ്യവസ്ഥയാണ് ദലിതൻ എന്ന സർട്ടിഫിക്കറ്റ്, SC എന്ന സർട്ടിഫിക്കറ്റ് തരുന്നത്. അതുകൊണ്ട് പറയണം, അങ്ങനെയുള്ള ചണ്ടാള ബാബയ്ക്ക് ഹിന്ദു ആരാണെന്നും ഹിന്ദു ഐക്യം ആരാണെന്നും ആരും പഠിപ്പിക്കണ്ട. അതൊക്കെ മേനോനും പിള്ളയും നായരും നമ്പൂരി ആയിരിക്കുന്ന ഹിന്ദു സംഘടനാ നേതാക്കന്മാര് സ്വയം ഒന്ന് പഠിച്ചാൽ മതി. കേരളത്തിന്റെ ചരിത്രം വഴി നടക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലത്ത് ആ വഴി നടക്കൽ തടഞ്ഞത് ഈ മാടമ്പിമാരാണ്, ഈ ടീച്ചറെ പോലുള്ള ആളുകളുടെ മാടമ്പിമാരാണ്. ആ മാടമ്പി ഇത്ര ഇന്നും അവർ കൊണ്ടു നടക്കും. അതിന് ഓശാന പാടാൻ സൗകര്യമില്ല. അതൊരു ധാർഷ്ട്യമാണെന്നോ ഭിന്നിപ്പിന്റെയാണെന്നോ അറിയിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളഞ്ഞാണ് നിങ്ങളുടെ തള്ളന് പോയിട്ട് നിങ്ങളുടെ സ്വീകരണം ചണ്ടാള ബാബയ്ക്ക് വേണ്ട. നമ്മൾ വന്നിട്ടുള്ളതൊക്കെ ക്ഷണിക്കപ്പെട്ടിട്ടാണ്, അല്ലാതെ ഒരു വേദിയിലേക്കും വന്നിട്ടില്ല. അതുകൊണ്ട് ടീച്ചർക്ക് ടീച്ചറുടെ കാര്യം പറയാം, അതിന് ചോദ്യകർത്താവും പറയാം. ചോദ്യങ്ങൾ ചണ്ടാളോട് നേരിട്ട് ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഞങ്ങളുടെ ആചാരങ്ങൾ മോശമാണെന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പൊതുവേദി ഒരുക്കിക്കോളും, നമ്മൾ വരാം. നമുക്ക് നിങ്ങളുടെ ഹിന്ദു ആവേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് ഈ പറയുന്ന സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന ശശികല ടീച്ചർ ഹിന്ദു ധർമ്മം ചണ്ടാള ബാബയെ പഠിപ്പിക്കണ്ട. ചണ്ടാളുടെ ഹിന്ദു ധർമ്മം പഠിച്ചിട്ടാണ്, ഗുരു സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടാണ്. ശശികല ടീച്ചർക്ക് എന്ത് പാരമ്പര്യമുണ്ട് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് പറയാനുള്ള? ശശികല ടീച്ചർ പറയട്ടെ, മേനോത്തി ആയതുകൊണ്ടൊന്നും അതിന് പാരമ്പര്യമില്ല, ചെറുമനായതുകൊണ്ട് പാരമ്പര്യമില്ല. അത് ഗുരു സമ്പ്രദായമാണ്. ഏത് സമ്പ്രദായമാണല്ലോ അതിന് കാട്ടാളന്മാർ മനുഷ്യരാകട്ടെ എന്ന് പറഞ്ഞ, ആദിവാസിയെ കാട്ടാളൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനുള്ള ആ ഒരു വാക്ക് ടീച്ചർ പറഞ്ഞില്ലേ? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ടീച്ചർ പറയട്ടെ? ഞങ്ങളുടെ ജനതയെ, എന്റെ ജനതയെ കാട്ടാളൻ എന്ന് ആക്ഷേപിക്കാൻ വേണ്ടി ഉയർത്തി പറഞ്ഞല്ല. അത് എന്തിന്റെ? അപ്പൊ മലബാർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ടീച്ചറുടെ പുറത്തേക്ക് പറയട്ടെ, ഉണ്ടായതാണ് സത്യം. ടീച്ചർക്ക് സത്യം വധ ധർമ്മം ജര എന്ന് പറയുന്ന അർത്ഥം അറിയെങ്കിൽ ടീച്ചർ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നിട്ട് ഈ ആചാരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതും, ഈ മലബാർ സമ്പ്രദായം ചെയ്യുന്ന ഞങ്ങളുടെ മലദൈവങ്ങളെ ആചരിക്കുന്നവരൊക്കെ കാട്ടാളന്മാരും നികൃഷ്ടരുമാണെന്നും മനുഷ്യരാകട്ടെ എന്നും പറയുമ്പോൾ അതിൽ ടീച്ചർ അർത്ഥം വെച്ചാൽ ടീച്ചർ പുറത്ത് പറയട്ടെ. അല്ലെങ്കിൽ ഈ മുസ്ലിം വിരോധം പറഞ്ഞിരിക്കട്ടെ. ചണ്ടാളോടെ നെഞ്ഞത്ത് കയറാൻ വന്ന ടീച്ചറാണെന്ന് നമ്മൾ നോക്കില്ല. നമ്മൾ മര്യാദയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മക്കളോടക്കം ടീച്ചർ എന്ന് വിളിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ തള്ളിക്കളിയ, വിളിച്ചു ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വാക്ക് പോടാ എന്ന്, അതന്നെ നമുക്ക് നിങ്ങളുടെയൊക്കെ പറയുള്ളൂ. ഇവിടെ വിളിച്ചതിൽ നമ്മൾ പോടാ തന്നെ പറയുള്ളൂ. നമ്മളുടെ കൂടെയുള്ളത് സമുദായ ജാതി മത വ്യത്യാസമില്ലാതെ ഇന്ത്യൻ എന്നും ലോക സമാധാനവും ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാ സംഘടനയുള്ള കുട്ടികളും നമ്മളൊപ്പം ഉണ്ട്. അവര് നമ്മളൊപ്പം ഉള്ളത് ഇവരാര് പറഞ്ഞാലും അവരാ പോയിക്കൊണ്ടിരിക്കും. കാരണം അവർക്കറിയാം നമ്മൾ എന്താ എന്നുള്ളത്. അത് മതി. അല്ലാണ്ട് ശശികല ടീച്ചറും പോലുള്ള ആളുകളും അല്ല സർട്ടിഫിക്കറ്റ്. ആ സംഘടനയിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, നല്ല നേതാക്കന്മാരുണ്ട്, നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമ്മോട് ക്ഷമിക്കാനുണ്ട്. നിങ്ങളുടെ മത സംഘടനകളെയല്ല, ഒരു സംഘടനയിലും അല്ല പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ആളുകളുടെ കാപട്യത്തെ തുറന്ന് കാണിക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചർ വീണ്ടും പറയട്ടെ, കാട്ടാളന്മാർ മനുഷ്യരാകട്ടെ എന്ന് ചണ്ടാള ബാബയോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആചാരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതും എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് ഗ്രന്ഥത്തിന്റെ, ഏത് പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്താണ്? നേതാവായിരുന്നെങ്കിൽ ടീച്ചർ ക്ഷമാപണം നടത്തണ്ടേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ടീച്ചർ ഉള്ളിന്റെ ഉള്ളിൽ മേനോത്തിയായിരുന്നു കൊണ്ട്, സവർണയായിരുന്നു കൊണ്ട്, ആ അധികാരത്തിന്റെ ശൃംഖല ഇരുന്നു കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ചണ്ടാള ബാബയെ ഫ്രോഡ് എന്ന് വിളിച്ചപ്പോൾ എതിർക്കാതിരുന്നത്. ഇതുവല്ല മൂപ്പിൽ സ്വാമി, മഠത്തിലെ സ്വാമിയെയോ ചിദാനന്ദപുരി സ്വാമിയെയോ ഒക്കെ ആയിരുന്നെങ്കിൽ ടീച്ചർ, സത്യാനന്ദ സരസ്വതി തിരുവടികളെയൊക്കെ ആണെങ്കിൽ ടീച്ചർ എതിർക്കും. കാരണം എന്താണ്? സവർണരാണ്. ആ സവർണിസം കൊണ്ടു നടക്കുന്നവരെ ബ്രാഹ്മണിസം. അത്തരം ആളോട് നമുക്കെന്നേ പറയുള്ളൂ. അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളൻ ഉപയോഗിക്കുന്ന വാക്ക് പോടാ. ബാബാജി ഇപ്പൊ ഇത് പറയുമ്പോഴേ നമുക്ക് സ്വതവേ ബാബാജി ഇവിടെ ആശ്രമത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ത്യൻ ഭരണഘടന, അതായത് ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടന ഇല്ലാന്നുണ്ടെങ്കിൽ മക്കളെ നമ്മളൊന്നും ഇവിടെ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്നുള്ളത്. ഇന്ന് ഒന്നില്ലെങ്കിൽ ബാബാജിനെ ഇവരെ കള്ളനാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ എന്നോ ബാബാജിനെ അവർ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും. അതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഇത്രയൊക്കെ അവര് ബാബാജിനെ വേദനിപ്പിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും ബാബാജി ചിരിച്ചും കൊണ്ടും അല്ലെങ്കിൽ നല്ല രീതിക്കാണ് അവരോട് കാണിക്കുന്നത്. ആ ഒരു ഇതെന്താണ് ഈ ഹിന്ദുത്വം മറ്റുള്ളതൊക്കെ പറയുന്ന ഇവർ നമ്മളോട് തിരിച്ച് കാണിക്കാത്ത എന്നുള്ളത് അറിയുന്നില്ല. അത് നമ്മൾ ആത്യന്തികമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവരുടേതായിരിക്കുന്ന ഈ ഒരു സവർണ ബ്രാഹ്മണിക് ചിന്താ പദ്ധതി ഇതിങ്ങനെ തന്നെയുള്ളൂ. ഇപ്പൊ ശശികല ടീച്ചറാണെങ്കിലും പണ്ട് ഈ അടുത്തുള്ള രാമേട്ടനെ പോയി, പട്ടികജാല രാമനെ പോയിട്ട് രാമാന്ന് വിളിച്ചാൽ രാമേട്ടാന്ന് വിളിച്ചിട്ടുണ്ടാവില്ല. ആ മനോഭാവമുള്ള ആളുകൾ ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ട് തന്നെയാണ് തല്ലിക്കൊല്ലാത്തത്. അതും ഭരണഘടന ഉണ്ട്. പിന്നെ കൂടാതെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം നമ്മളെ കള്ളൻ എന്ന് വിളിച്ചാൽ ക്രിമിനൽ കേസാണ്. എന്നിട്ടും ആ ഭയമില്ലാത്ത എന്താണെന്നറിയോ? ആ ഭയമില്ലാത്ത ഇവരുടെ ആ സ്മൃതിബോധമാണ്, ഇവരുടെ വരേണ്യ സ്മൃതിബോധത്തിൽ നിന്നാണ് നമ്മളെ കള്ളൻ വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആശ്രമത്തിന്റെ മഠാധിപതിയുടെ പേരാണ് മഹാചണ്ഡളം. അവർ രജിസ്റ്റർ ചെയ്തൊരു കാര്യമാണ്, സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ സ്ഥാനത്തെയാണ് ആക്ഷേപിക്കുന്നത്. അതാണ് ഈ മൂപ്പിൽ സ്വാമിയെ ആക്ഷേപിച്ച കോപ്പിൽ സ്വാമി എന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കും.
ഇവർക്ക് പ്രശ്നമാവും, ഇവർ പ്രക്ഷോഭം ഉണ്ടാക്കും. പക്ഷെ ചണ്ടാള ബാബയെ ആക്ഷേപിക്കും, കള്ളൻ എന്ന് പറയുമ്പോൾ ആക്ഷേപിക്കില്ല. ഇവർ നമ്മളെ കള്ളനാക്കും. ഇവരുടെ സ്മൃതി നിയമം അങ്ങനെയല്ലേ? ശൂദ്രനോ അല്ലെങ്കിൽ അഞ്ചമനോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ കൊല്ലുകയും ബ്രാഹ്മണനെ ചുട്ടിക്കുത്തി പറഞ്ഞയക്കാൻ മാത്രമേ തുടരുതേ എന്നല്ലേ ഇവരുടെ സ്മൃതി നിയമം. ആ സ്മൃതി നിയമം അനുസരിച്ചിട്ട് ഭരിക്കുകയും ഭരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഭരണം വരണമെന്ന് പറയുന്ന ചിന്താ പദ്ധതിയല്ലേ ഇവരുടെ. ഇവരിൽ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ഹിന്ദു എന്നും ഐക്യമെന്നും പറയുമ്പോൾ മനോഭാവം ഇങ്ങനെ തന്നെയാണ്, ഇതിനൊരു മാറ്റവും ഉണ്ടാവില്ല. അവിടെ ഭരണഘടന ഉള്ളത് കൊണ്ട് മാത്രമാണ്, അട്രോസിറ്റി ആക്ട് ഉള്ളത് കൊണ്ടും ഇവിടെ മനുഷ്യരുള്ളത് കൊണ്ടും മനുഷ്യസ്നേഹമുള്ളവരുള്ളത് കൊണ്ടും വിവിധ സംഘടനകളിലും സമുദായത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അത് ഇവരെ പോലെ, ഈ ടീച്ചറെ പോലെയുള്ളത് കേട്ടിട്ടും മൗനം ഭജിക്കുന്ന ആളുകളും അവരുടെ ഉള്ളിലുള്ളതും സത്യസന്ധമായിട്ട് നമ്മുടെ ജനതയോടുള്ള വെറുപ്പാണ്. അതിനെ മറികടന്നുകൊണ്ട് കിങ് സിനിമയിൽ മുരളി പിടിക്കുന്ന മൂക്ക് പിടിക്കലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ മാമന്നൻ സിനിമയിൽ ഫഹദ് പറഞ്ഞ പോലെ അതൊക്കെ ഞങ്ങളുടെ പൊളിറ്റിക്സ്, അത്രയേ ഉള്ളൂ. പട്ടികജാതിക്കാരനെ ചേർത്ത് നിർത്തുന്നത്, അതിന്റെ അപ്പുറമൊന്നും ഇല്ലാന്ന് തെളിവാണെങ്കിൽ അത് ടീച്ചർ പറയുമായിരുന്നു. അത് പറഞ്ഞില്ലല്ലോ. വാത്മീകിയെ പറയുമ്പോൾ എതിർത്ത് പറയുന്നതിന് പ്രധാന കാരണം എന്താണെന്നറിയോ? വാത്മീകി അഗ്നിശർമ്മൻ എന്ന ബ്രാഹ്മണനാകുന്നത് കൊണ്ട് ഇവർക്ക് പറ്റില്ല. ചണ്ടാളബാബയ്ക്ക് ബ്രാഹ്മണ്യത്തിന്റെ കുന്തിളിപ്പില്ല എന്നും ബ്രാഹ്മണത്തിന്റെ ജന്മപാരമ്പര്യമില്ല എന്ന ബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവരൊന്നും മാറില്ല കുട്ടി. ഇവർ മാറാൻ പോലാണ്ട് ഭരണഘടന ഉള്ളത് കൊണ്ട് ഈ രാജ്യത്ത് സ്മൃതി എന്ന് ഇവർക്ക് പൂർണ്ണാധികാരം ലോക രാജ്യത്ത് കിട്ടുന്നോ ഇവർ സ്മൃതി നിയമം, ഇവരെ പോലൊരു സ്മൃതി നിയമം കൊണ്ടുവരാൻ ശ്രമിക്കും. അന്ന് നമ്മുടെ ആളുകളൊക്കെ ചെയ്യും. നമ്മുടെ ആളുകൾ എന്ന ഈ പറയുന്ന ഈ വർണ്ണ വരേണ്യ വ്യവസ്ഥക്കെതിരെ, ഈ ബ്രാഹ്മണിക് മേൽക്കോയ്മയ്ക്കെതിരെ ശബ്ദിക്കുന്ന പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക ഇവരുടെ ഹിഡൻ അജണ്ടയാണ് എന്നുള്ള തെളിവാണ് മൗനം ഭവിച്ചത്. അതുകൊണ്ട് മറ്റ് സംഘടന ഈ പറയുന്ന സംഘടന നേതാക്കന്മാരൊക്കെ സ്വയം വിചാരം ചെയ്യുക, ഈ പറഞ്ഞതിൽ എന്ത് ന്യായമുണ്ട്, നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചു എന്നുള്ളത് ഹിന്ദു ഐക്യവേദി നേതാവ് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആ സംഘടന, അത്തരം സംഘടനകൾ പറയട്ടെ, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ ഈ എല്ലാ മനുഷ്യർക്കും അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനം പോലും ഇപ്പൊ കല്ലടിക്കൂടി നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വേണ്ടില്ല, സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയ കാശ് കൊണ്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് കള്ളനാകുന്നത് എന്നുള്ളത് സംഘപരിവാർ ശക്തികൾ പറയട്ടെ. കാരണം അവരുടെ നേതാവാണ് ഇതിന് മൗന സമ്മതം കൊടുത്ത് മൂളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവര് നമ്മളെ പറയുമ്പോൾ പറഞ്ഞോട്ടെ, അവർക്ക് അധികാരം കിട്ടിയാൽ നമ്മളെ കൊല്ലും എന്നുള്ളത് ഇതിൽ നിന്ന് നമ്മൾ ബോധ്യമാക്കുന്നു. നിരന്തരം ഭീഷണിയാണ്. ഒരു മുസ്ലിമും ഇതുവരെ മുസ്ലിം തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ആശ്രമത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ക്രൈസ്തവ മതത്തിന്റെ പരിവർത്തനത്തിനെതിരെ സംസാരിച്ചിട്ട് ഒരു ക്രൈസ്തവനെ വിളിച്ചിട്ട് ആക്ഷേപിച്ചില്ല, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നിരന്തരം ഹിന്ദുത്വ ശക്തികളുടെ വസ്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവര് മറുപടി പറയട്ടെ. ഇത് ശശികെട്ടിട്ടുള്ള മൗനം തന്നെയാണോ, അല്ലെങ്കിൽ ഇത് ഇത്തരമുള്ള ആളുകൾ ഉണ്ട്, ഇവരൊക്കെ ആരുടെയൊക്കെ എന്താ പറയാ കയ്യാളുകളാണ്, ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ടീച്ചറെ പോലുള്ളവർ നമ്മളെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യാനും കൊടുത്ത ആഹ്വാനമാണോ എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ഭയക്കുന്നില്ല ടീച്ചറെ. മരിക്കാൻ നമുക്കൊരു ഭയവുമില്ല. അത് നിങ്ങളുടെ അടിമയായിട്ടായിരിക്കില്ല. എനിക്ക് RSS കാരനായിട്ട് മരിക്കണ്ട, എനിക്ക് ഹിന്ദുത്വനായിട്ട് മരിക്കണ്ട, എനിക്ക് ഇന്ത്യനായി മരിച്ചാൽ മതി. എന്റെ ജനതയ്ക്ക് വേണ്ടി മരിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് എന്നെ അറിയുന്നവർക്കറിയാം. മറ്റ് സമുദായത്തിൽ ആരോടും നമുക്ക് വിരോധമില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുമില്ല. അവരത് മനസ്സിലാക്കും. പക്ഷെ എറാം എന്ന് വേണ്ടിയിരിക്കുന്ന അതല്ല ചണ്ടാള. അതുകൊണ്ടാണ് ഈ ആശ്രമത്തിന് മഠാധിപതി ചണ്ടാള ബാബ എന്നാണ്, ബ്രാഹ്മണ ബാബ എന്നല്ല. അങ്ങനെ ബ്രാഹ്മണ്യത്തിന്റെ ഒരു ഇത് നമുക്ക് വേണ്ട. അത്രയും നമുക്ക് ഇതിന് അതുകൊണ്ട് അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയൂ ടീച്ചർ എന്ന് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മറുപടി പറയില്ല എന്നില്ല. നിങ്ങൾ ചോദിച്ചോണ്ട് മറുപടി ഉണ്ട്. ഇനി ഇത്തരം വിഷയങ്ങൾ ഇവരൊക്കെ വിട്ടുകളയാ. ടീച്ചറൊക്കെ ആദ്യം ഹിന്ദുധർമ്മം പഠിച്ചു വരട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദു സംഘടന നേതാക്കളൊക്കെ ആദ്യം ഹിന്ദുധർമ്മം എവിടെയും പോയിട്ട് പഠിച്ചു വരട്ടെ. വിശാല ഹിന്ദു ഡിനോമിനേഷനുകൾ എന്താണെന്ന് പഠിച്ചു വരട്ടെ, സമുദായ ഭേദം പഠിച്ചു വരട്ടെ, ആചാര വ്യത്യാസങ്ങൾ പഠിച്ചു വരട്ടെ. ആദ്യം ചെയ്യട്ടെ, എന്നിട്ട് ഇവർക്ക് മറുപടി കൊടുക്കട്ടുള്ളൂ. അല്ലാണ്ട് സന്യാസിമാരല്ലോ പറഞ്ഞത്, വിട്ടുകളയൂ.